പാലക്കാട്ടെ CPIM നേതൃത്വവുമായി ഇടഞ്ഞ പി.കെ. ശശിയോട് മൃദു നിലപാടുമായി UDF നേതാക്കൾ. പി.കെ. ശശിയെ സ്വാഗതം ചെയ്തും ന്യായീകരിച്ചും നേതാക്കൾ രംഗത്തെത്തി. അതേസമയം പി.കെ. ശശിക്കെതിരെ ആരോപണവും വിമർശനവുമായി CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ രംഗത്തെത്തി. മുമ്പ് പി.കെ. ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ CPIM-നെ കടന്നാക്രമിച്ച UDF പുതിയ സംഭവ വികാസങ്ങളോടെ ശശിയോടുള്ള നിലപാട് മയപ്പെടുത്തുകയാണ്. CPIM നേതൃത്വവും പി.കെ. ശശിയുമായുള്ള തർക്കം പരസ്യമായതിന് പിന്നാലെയാണിത്. പി.കെ. ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം വന്നു, ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരു പടി കടന്ന് പി.കെ. ശശിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗ് നേതാവും മണ്ണാർക്കാട് MLA-യുമായ N. ഷംസുദ്ദീൻ. മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും ഒക്കെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ആൾ, ഇപ്പോൾ KTDCയുടെ ചെയർമാനായി നിൽക്കുന്ന ആൾ, അപ്പോൾ ഒരു പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആളാണ്. അദ്ദേഹം രാഷ്ട്രീയ നിലപാട് മാറി UDF-നോട് സഹകരിക്കണമെന്ന് തീരുമാനിച്ചാൽ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമില്ല. ഇതിനിടെ പി.കെ. ശശിക്കെതിരെ CPIM പ്രാദേശിക ഘടകത്തിന്റെ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളോട് വിയോജിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അപൂർവമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവാറുള്ളൂ. ഉണ്ടാവുന്ന ഒരു പ്രശ്നം തെരുവിൽ വെച്ച് പരിഹരിക്കാറില്ല, അതിന് പാർട്ടി സംവിധാനത്തിൽ മാത്രമേ പരിഹരിക്കാറുള്ളൂ. പി.കെ. ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പിൽ പി.കെ. ശശിക്ക് പങ്കുണ്ടെന്നാണ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠന്റെ ആരോപണം. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24, പാലക്കാട്.